ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മ പറഞ്ഞ വാക്കുകൾ കേട്ട് ഷാലിനി വിഷ്ണുവിനെ കാണുവാനായി സത്യാമ്മയ്ക്ക് അരികിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. എന്തായാലും വിഷ്ണുവേട്ടനെ കാണാമേ, തീർച്ചയായിട്ടും ഇന്ന് സത്യാമ്മയുടെ വീട്ടിലെത്തി എല്ലാ സത്യങ്ങളും തുറന്നു പറയാം എന്ന് ശാലിനി ശാരദാമ്മയോട് ഉറപ്പ് പറയുന്നു. അങ്ങനെ അവസാന തീരുമാനം എന്നോണം ഇനിയും തനിക്ക് തന്റെ വിഷ്ണുവേട്ടനെ നഷ്ടപ്പെടാതിരിക്കാനായി മറ്റ് സാഹചര്യങ്ങളൊന്നും തന്നെ താൻ കണക്കിലെടുക്കുന്നില്ല. എന്റെ വിഷ്ണുവേട്ടനെ എനിക്ക് തിരികെ വേണം. വിഷ്ണുവേട്ടന്റെ കൂടെ ഒന്നുകിൽ സന്തോഷത്തോടെ എനിക്ക് ജീവിക്കണം, അല്ലെങ്കിൽ വിഷ്ണുവേട്ടനും ആ പെൺകുട്ടിയും ജീവിക്കട്ടെ. ഞാൻ അപ്പോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കും. പിന്നെ ഈ ശാലിനി ഈ ലോകത്ത് ഉണ്ടാവുകയില്ല എന്ന് ശാലിനി തന്റെ തീരുമാനം ശാരദാമ്മയോട് പറയുമ്പോൾ ഇനിയും തന്റെ മകൾ ആ വേദനയിൽ ഈ വീട്ടിൽ കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് ഓർത്ത് ആകെ വിഷമത്തോടെ ശാരദാമ്മ പറഞ്ഞു, വേണ്ട മോളെ, അങ്ങനെ ഒരു കടുത്ത തീരുമാനമൊന്നും എന്റെ പൊന്നുമോൾ എടുക്കരുത്. ഈ പ്രശ്നത്തിന് ഉടനെ തന്നെ പരിഹാരം കാണാം. വിഷ്ണുമോനെ കണ്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എത്ര തവണ ഞാൻ മോളോട് പറഞ്ഞതാണ്. 10-26 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയവളാണ് ഈ അമ്മയും. അന്ന് തന്റെ ലോകമെന്ന് കരുതിയ, തന്റെ സർവ്വതുമാണെന്ന് ചിന്തിച്ച, അങ്ങനെ പ്രതീക്ഷിച്ചും അങ്ങനെ വിശ്വസിച്ചും ജീവിച്ച ഒരാൾ പെട്ടെന്ന് നമുക്ക് നഷ്ടമാവുന്നു. അതും എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് പ്രതിസന്ധി വന്നാലും ഒന്നും സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഞാൻ ഉണ്ടല്ലോ നിന്റെ ഒപ്പം, ഞാൻ നിനക്ക് തുണയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കാൻ, നമുക്ക് ഏത് നിമിഷവും എന്ത് സംഭവിച്ചാലും അതിനെയെല്ലാം തരണം ചെയ്യാൻ ധൈര്യം പകർന്നു തരാൻ ഒപ്പമുണ്ടായിരുന്ന ആ വ്യക്തിയാണ് നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടേതല്ലാതായി മാറിയിരിക്കുന്നത്. ഇന്ന് അയാൾ മറ്റൊരാളുടേതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു പെൺകുട്ടിക്ക് സ്വന്തമായി മാറുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം എന്റെ മകൾക്ക് അവളുടെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന ആഗ്രഹം കൊണ്ടായിരുന്നു അന്ന് ഞാൻ പലപ്പോഴും സത്യങ്ങളൊക്കെ വിഷ്ണുവിനോട് തുറന്നു പറയാമെന്ന് നിർബന്ധം പറഞ്ഞിരുന്നത്. എന്നാൽ അന്ന് എന്റെ വാക്കുകൾ ചെവിക്കൊള്ളാൻ നീ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇന്നിങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടി വന്നത്. ഞാൻ പറഞ്ഞതുപോലെ അന്ന് എല്ലാ സത്യങ്ങളും വിഷ്ണുവിനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. ഇതുപോലൊരു പ്രതിസന്ധിയെ ഒരിക്കലും നമുക്ക് കാണേണ്ടി വരുമായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും അന്ന് കൃത്യമായി ഞാൻ മനസ്സിലാക്കി തന്നതായിരുന്നില്ലേ? സത്യമോളെ കുറിച്ചുള്ള സത്യം അത് വെളിപ്പെടുത്തണമെന്ന് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ, ആ സത്യത്തെ തുറന്നു കാട്ടാതെ, സത്യ ആരാണെന്നുള്ള സംശയം ഇപ്പോൾ സത്യാമ്മയുടെയും മറ്റുള്ളവരുടെയും മനസ്സിൽ പോലും കടന്നുകൂടിയതിന്റെ കാരണം എന്താണെന്ന് ഒരു വട്ടം പോലും നീ ചിന്തിച്ചില്ലല്ലോ മോളെ. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവിതം കൈവിട്ടു പോകുമെന്നുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം, അങ്ങനെ ഒരു ചിന്ത നിന്റെ ഉള്ളിലേക്ക് എത്തുമായിരുന്നു. അന്നൊക്കെ ഞാൻ പറഞ്ഞത് നീ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അതിന്റെ ഭവിഷ്യത്ത് ഇപ്പോൾ നീ അനുഭവിക്കുന്നത് എന്ന് ശാരദാമ്മ സങ്കടത്തോടെ മോളെ നോക്കി പറയുമ്പോൾ ശാലിനി പറഞ്ഞു, ഇല്ലമ്മേ, ഇനി എനിക്ക് ഇത് സഹിക്കാനാവില്ല. എന്റെ വിഷ്ണുവേട്ടനെ എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും വിഷ്ണുവേട്ടനെ കാണും. ഈ നിമിഷം തന്നെ വിഷ്ണുവേട്ടനെ ഞാൻ കാണാൻ പോവുകയാണ്. ഇനിയും മറ്റൊരു തീരുമാനം എനിക്കില്ലമ്മേ. ഇനി എന്ത് സംഭവിച്ചാലും ശരി, വിഷ്ണുവേട്ടനെ കണ്ട് ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി ശാരദാമ്മയും വിളിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ശാരദാമ്മ തന്റെ മകളുടെ തീരുമാനം ഇപ്പോഴെങ്കിലും ഉചിതമായി എന്ന ആശ്വാസത്തിൽ ശാരദാമ്മയും ശാലിനിയോടൊപ്പം ആ കാറിൽ കയറി സത്യാമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ശാലിനി ആകെ തളർന്ന അവശയായിരിക്കുന്ന ആ അവസ്ഥയിൽ മകളെ തനിച്ചവിടേക്ക് പറഞ്ഞയക്കുന്നത് പന്തിയല്ലെന്ന് തിരിച്ചറിഞ്ഞ അമ്മ ആ ശാലിനിയോടൊപ്പം കാറിൽ കയറി നേരെ സത്യാമ്മയുടെ വീട്ടിലേക്ക് ലക്ഷ്യം വെച്ചു. ഈ സമയത്ത് സത്യഭാമയുടെ വീട്ടിലെത്തിയ കാർത്തികയെ തന്റെ മരുമകളായി അംഗീകരിച്ചുകൊണ്ട് തന്റെ മകന്റെ ജീവനം തകർത്ത ഒരു രക്തരക്ഷസാണ് ശാലിനി എന്ന ആ ചിന്താഗതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുകയും, ശാലിനി കാരണം തന്റെ മകന്റെ ജീവനം നശിക്കുകയായിരുന്നുവെന്നും ഇനിയെങ്കിലും അവന്റെ ജീവിതത്തിന് ഒരു പ്രതീക്ഷയും ഒരു അർത്ഥവുമൊക്കെ ഉണ്ടാക്കിയല്ലോ, ആ ഒരു സന്തോഷമാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളത്. ഇനി എന്റെ മരുമകൾ ഈ നിൽക്കുന്ന കാർത്തികമോള് തന്നെയാണ്. അവളുടെ ബന്ധുക്കൾ ആരെന്നോ, അവളുടെ വീട് എവിടെയാണെന്നോ, അവൾ എവിടെ നിന്ന് വരുന്നുവെന്നോ ഒന്നും തന്നെ എനിക്കറിയണ്ട. പക്ഷെ എന്റെ മരുമകൾ ഇവൾ മാത്രമാണ് എന്ന് പറഞ്ഞ് ഇവളെ ഞാൻ എന്റെ മരുമകളായി അംഗീകരിച്ചു കഴിഞ്ഞു എന്ന സന്തോഷത്തോടെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് സത്യഭാമ. സത്യാമ്മയുടെ ആ തീരുമാനം കേട്ട രാഘവൻ നായരും മറ്റുള്ളവരും അതിനെ അംഗീകരിക്കാനാകാതെ ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ പിള്ളാച്ചൻ വിഷ്ണുവിനോട് പല ചോദ്യങ്ങൾ ചോദിച്ച് ഇപ്പോ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് പിള്ളാച്ചൻ ഉൾപ്പെടെ എല്ലാവരും. വിഷ്ണു കുഞ്ഞ് ഇത്രയും വർഷക്കാലം ശാലിനി മോളെ എന്ന് പറഞ്ഞുകൊണ്ട്, ശാലിനി എന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിതം മുന്നോട്ട് നയിച്ചതും, ഇത്രയും നാളും ശാലിനിയെ കാത്തിരുന്ന്
അങ്ങനെ ഈ 6 വർഷക്കാലം എന്തിനാണ് മോൻ ഇങ്ങനെ ജീവിതം പാഴാക്കി കളഞ്ഞത്? ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിരുന്നെങ്കിൽ അത് മുൻപേ മോന് ചെയ്യാമായിരുന്നല്ലോ എന്ന് പിള്ളേശന്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാനില്ലാതെ ആകെ വിഷമത്തോടെ ഇരിക്കുന്ന വിഷ്ണുവിനെ നോക്കി രാഘവൻ നായർ പറഞ്ഞു കൊടുക്കടാ നിന്റെ ഉത്തരം, ഇതിനുള്ള ഉത്തരം നീ തന്നെ പറ എന്ന് പറയുമ്പോ സത്യഭാമ വാതുക്കലേക്ക് എത്തി. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ച് സത്യഭാമ ഗൗരവത്തോടെ ആ സിറ്റ് ഔട്ടിലേക്ക് വന്നെത്തി. സത്യഭാമ എത്തിയതോടെ വിഷ്ണുവിന് അപ്പോഴേക്കും കാര്യങ്ങൾ മനസ്സിലായി. ശാലിനിയുടെ മേലുള്ള ആ കുടുംബത്തുള്ള എല്ലാവരുടെയും പ്രതീക്ഷയും സ്നേഹവും അവളോടുള്ള കടപ്പാടും അവളോടുള്ള ആ അടുപ്പവും ഒക്കെ അമ്മയെ ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ടെന്നും ശാലിനിയെ എന്നേക്കുമായി മറന്നു കളയുമെന്നുള്ള പ്രതീക്ഷയിലാണ് സത്യാമ്മയുടെ മനസ്സ് എന്ന് വിഷ്ണു മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ശാലിനിയെ താൻ ഈ നിമിഷം മറന്നു കളഞ്ഞു എന്ന് സത്യാമ്മ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കാർത്തികയെ സത്യാമ്മ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാലിനിയെ മറന്ന് ഞാൻ കാർത്തികയെ സ്വീകരിച്ചു എന്ന സന്തോഷമാണ് അമ്മയുടെ മനസ്സിൽ ഉടനീളമുള്ളത്. അതുകൊണ്ട് അമ്മയെ എതിർത്ത് ആര് സംസാരിച്ചാലും, ശാലിനിക്ക് വേണ്ടി ആര് വാദപ്രതിവാദങ്ങൾ നടത്താൻ തയ്യാറായാലും അതിനൊന്നും ഒരിക്കലും ചെവി കൊടുക്കാൻ സത്യാമ്മ തയ്യാറാവില്ലെന്ന് വിഷ്ണുവിന് മനസ്സിലായി. ഇപ്പോഴുള്ള ഈ സംശയങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നേരെ ഓരോരുത്തരും ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സത്യാമ്മ തന്നെ മുന്നിട്ട് വന്നതിന്റെ കാരണം അതാണെന്ന് മനസ്സിലാക്കി വിഷ്ണു. ഇനി അമ്മ ഏത് രീതിയിലാണ് പ്രശ്നങ്ങളെ വളച്ചൊടിക്കുക, ഇനി അമ്മ എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുക, അമ്മയുടെ സംസാരം ഇനി എത്രത്തോളം അതിര് കടന്നു പോകും എന്നെല്ലാം ഓർത്ത് ആശങ്കയിൽ നിൽക്കുകയാണ് വിഷ്ണു. അപ്പോഴാണ് വിഷ്ണുവിന്റെ അരികിലേക്ക് വന്ന സത്യഭാമ പറഞ്ഞത്, അതെ, എന്റെ മോനെ ഈ രീതിയിൽ ചതിച്ച് കടന്നു കളഞ്ഞവളെ പിന്നെ എന്തിനാണ് അവന്റെ ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നത്? ഈ 6 വർഷക്കാലം അവനെ മറന്ന് അവൾ മറ്റൊരു ജീവിതം തേടിപ്പോയി. അവളുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിന്റെ പിതൃത്വം പോലും അവൾ പറയാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള അവൾ പ്രസവിച്ച ആ കുഞ്ഞ് ആരുടെ കുഞ്ഞാണെന്ന് എന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയോ, അവൾ ഇപ്പോ കൊണ്ടു നടക്കുന്ന ദേവൻ എന്ന് പറയുന്ന വ്യക്തി അതാരാണെന്ന്, അവളുടെ ഭർത്താവാണോ അതാരാണ് എന്നുള്ള കാര്യം അവൾ വെളിപ്പെടുത്താനും തയ്യാറാകുന്നില്ല. ആ നിലയ്ക്ക് സത്യങ്ങൾ നേരിൽ കണ്ട ഞാൻ വീണ്ടും എന്റെ മകന്റെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരുവളെ വീണ്ടും കൂട്ടിക്കൊണ്ടു വരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ മകന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുവൾ ഇനി വേണ്ട. അവൾ ഇനി എന്റെ മകന്റെ ജീവിതത്തിൽ ഇനിയും കടിച്ചു തൂങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ അവൻ ഇനി ജീവിക്കണം. 6 വർഷക്കാലം അവൾക്ക് വേണ്ടി എന്റെ മകൻ അവന്റെ ജീവിതം ഹോമിച്ചു കളഞ്ഞു. ഇനി അതിന് ഞാൻ അനുവദിക്കില്ല. ഇനി ഈ വീട്ടിലെ മൂത്ത മരുമകൾ കാർത്തികയാണ്. എന്റെ മകൻ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി. അവളെ ഈ കുടുംബത്തിന്റെ മരുമകളായി അംഗീകരിച്ചാൽ എല്ലാവർക്കും നന്ന്. അല്ല എങ്കിൽ ഇനിയും ഈ കുടുംബത്ത് ശാലിനിയെ മന്ത്രമാണ് ഉരുവിട്ടുകൊണ്ട് എല്ലാവരും ഇരിക്കാൻ പോകുന്നതെങ്കിൽ സത്യഭാമയും മറ്റു ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കും എന്ന് സത്യഭാമ എല്ലാവരും കേൾക്കെ വെല്ലുവിളി ഉയർത്തുമെന്ന് സംസാരിക്കുമ്പോൾ രാഘവൻ നായർ ആ സത്യഭാമയുടെ സംസാരത്തെ തകർക്കുവാനായി മറുപടി നൽകി സത്യാമ്മയുടെ ആ വാക്കുകളെ ഖണ്ഡിക്കാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്തേക്ക് ശാലിനിയുടെ കാറ് വന്നു നിന്നത്. ഈ സമയം ശാലിനി സത്യാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് വഴിയിൽ വെച്ച് മധുശ്രീ കാണാനിടയായി. അങ്ങനെ മധുശ്രീ ശാലിനി അവിടേക്ക് വന്നെത്തുകയും ശാലിനി അവരുമായി സംസാരിക്കുന്നതുമൊക്കെ കാണുന്നതിന് വേണ്ടി അവിടുന്ന് നേരെ പുറപ്പെടുകയാണ് മധുശ്രീ. അങ്ങനെ മധുശ്രീ നേരിട്ട് പോകുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ടവളെ അന്വേഷിച്ച് ഓരോരുത്തരുടെയും അരികിൽ അവളുടെ ഫോട്ടോയുമായിട്ട് വരികയാണ് മറ്റൊരു ചെറുപ്പക്കാരൻ. ഈ ഫോട്ടോ കാണിച്ച് ഈ കാർത്തികയെന്ന് അല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ എന്നൊക്കെ പലരോടുമായി ഇങ്ങനെ അന്വേഷിക്കുന്നു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഓരോരുത്തരുടെയും അരികിലെത്തി ആ ഫോട്ടോ കാണിച്ചിങ്ങനെ അന്വേഷിച്ച് നിൽക്കുമ്പോഴാണ് മധുശ്രീ വരുന്ന വഴിക്ക് അവിടെ മധുശ്രീക്ക് ഇനിയും ശാലിനിയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അതോടൊപ്പം സത്യാമ്മയോട് വെല്ലുവിളിച്ചുകൊണ്ട് വിഷ്ണുവിനെ സ്വന്തമാക്കാനായി ഇനി ശാലിനി എന്ത് നീക്കമാണ് നടത്തുന്നത്, അവളുടെ കുഞ്ഞിന്റെ പിതൃത്വം അത് വിഷ്ണുവിൻ്റെതാണ് എന്ന് എങ്ങനെ സത്യാമ്മയെ ബോധ്യപ്പെടുത്തും, ഇനി ഇതിന്റെ പിന്നിലുള്ള അവളുടെ നീക്കങ്ങൾ എന്തായിരിക്കും, അതൊക്കെ കൃത്യമായിട്ട് തന്നെ നേരിട്ട് കാണണം. എന്നാൽ മാത്രമേ അവൾക്കെതിരെയുള്ള ശക്തമായ നീക്കങ്ങൾ തന്റെ ഭാഗത്തു നടത്താനാകൂ എന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന നേരത്ത് കൃത്യമായി ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതും സത്യഭാമയുടെയും മറ്റുമൊക്കെ ഇപ്പോഴത്തെ സന്തോഷം തല്ലിക്കെടുത്തുക എന്നൊരു ചിന്താഗതി കൂടി മനസ്സിലേക്ക് ഓടിയെത്തിയ ആ നിമിഷത്തിൽ എന്തായാലും ഉടനെ തന്നെ ശാലിനിയുടെ പിന്നാലെ അവിടേക്ക് എത്തുക എന്നത് മാത്രമായിരുന്നു മധുശ്രീയുടെ ലക്ഷ്യം. അങ്ങനെ മധുശ്രീ ആ ഒരു ചിന്ത മനസ്സിൽ ഉറപ്പിച്ച് ശാലിനിയെ ഫോളോ ചെയ്ത് വരുന്ന വഴിയാണ് പെട്ടെന്ന് മധുശ്രീയുടെ കാറിനെ മുന്നിലേക്ക്
ആ ഫോട്ടോ തന്റെ കയ്യിലിരുന്ന ആ മൊബൈലിലെ ആ ഫോട്ടോയും കാണിച്ചുകൊണ്ട് ഓരോരുത്തരോടും ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് ആ പെൺകുട്ടിയെ വളരെ വിഷമത്തോടെ അന്വേഷിച്ച് അങ്ങനെ വരുന്ന ആ ചെറുപ്പക്കാരൻ അപ്രതീക്ഷിതമായി മധുശ്രീയുടെ കാറിന് മുന്നിലേക്ക് വന്നെത്തിയത്. മധുശ്രീ വേഗം വണ്ടി നിർത്തി അയാളോട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, സോറി മേഡം, ഞാൻ എൻ്റെ വളരെ പ്രിയപ്പെട്ട, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവളെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. കുറെ ദിവസമായി അവളെ കാണാനില്ല. അവൾ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അവൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അവളുടെ ഫോട്ടോ കാണിച്ച് മറ്റുള്ളവരോട് ആ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു വരികയായിരുന്നു. അതിന്റെ ഒരു വെപ്രാളത്തിൽ അബദ്ധത്തിൽ വന്നുപെട്ട് പോയതാണ് മേഡം, എന്നോട് ക്ഷമിക്കണം എന്ന് അയാൾ മധുശ്രീയുടെ മാപ്പ് പറയുന്നു. അത് കേട്ട മധുശ്രീ പറഞ്ഞു, ശരി ശരി, തന്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെ ഇട്ടിട്ട് പോയതായിരിക്കും ആ പെണ്ണ്. അല്ലെങ്കിൽ താനിങ്ങനെ അവളെ അന്വേഷിച്ച് വല്ലവരുടെയും പിന്നാലെ അവളുടെ ഫോട്ടോയും കാണിച്ച് നടക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അല്ല, തന്റെ പ്രിയപ്പെട്ടവൾ എന്ന് പറയുമ്പോൾ തന്റെ ഭാര്യയെ കാമുകിയോ മറ്റാരെങ്കിലും ആയിരിക്കുമോ എന്ന് ചോദിച്ചിട്ടും ആ ചെറുപ്പക്കാർ ഒന്നും മിണ്ടാനാകാതെ ആകെ വിഷമിച്ച് തലകുനിച്ചിരുന്നു. ഉടനെ മധുശ്രീ ചോദിച്ചു, അല്ല, ഏത് പെൺകുട്ടിയുടെ കാര്യാ? ഇനി ഞാൻ കണ്ടിട്ടെങ്ങാനും ഉണ്ടതാണോ എന്നൊന്ന് നോക്കാം. എനിക്ക് എന്നെ കൂടി ഒന്ന് ഫോട്ടോ കാണിക്കേ എന്ന് മധുശ്രീ ആവശ്യപ്പെട്ടതും ഉടനെ മധുശ്രീയുടെ നേരെ തന്നെ മൊബൈലുള്ള ആ ഫോട്ടോ കാണിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. ആ ഫോട്ടോ കണ്ടതും ആ ചെറുപ്പക്കാരൻ ആ ഫോട്ടോ കാണിച്ചത് കണ്ട് ആകെ അതിശയത്തോടെ നോക്കുകയാണ് മധുശ്രീ. പെട്ടെന്ന് ഒരു മിന്നായം പോലെ ആ ഫോട്ടോയിലേക്ക് നോക്കി. തനിക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും എന്നുള്ള ചിന്തയിൽ അങ്ങനെ ആ നോട്ടം അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പെട്ടെന്നൊന്ന് നോക്കി ഫോട്ടോ മാറ്റിക്കളയാൻ തുടങ്ങിയപ്പോഴാണ് ആ ഫോട്ടോ തനിക്ക് എവിടെയോ പരിചയമുള്ളൊരു മുഖമാണെന്ന് പെട്ടെന്ന് മധുശ്രീക്ക് ക്ലിക്ക് ചെയ്തത്. മധുശ്രീ വീണ്ടും സംശയത്തോടെ ആ ഫോട്ടോ ഒരിക്കൽ കൂടി വാങ്ങിച്ചു നോക്കി. അത് കണ്ടതും മധുശ്രീക്ക് ആശ്വാസമായി. അല്ല, താനിത് ആരാണെന്നാ പറഞ്ഞത്? തനിക്ക് വേണ്ടപ്പെട്ട ആളാണെന്നോ? എനിക്ക് മനസ്സിലായില്ല. തന്റെ റിലേറ്റീവ് ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോ അതേ എന്ന് മധുശ്രീയോട് ആ ചെറുപ്പക്കാരൻ മറുപടി നൽകി. ഈ പെൺകുട്ടിയുടെ പേര് കാർത്തിക എന്നാണെന്നും വിവാഹം ഉറപ്പിയിരുന്ന ഈ പെൺകുട്ടിയെ കാണാതായതാണ് എന്നും എല്ലാം അറിയിച്ചു. എല്ലാം കേട്ടതോടെ മധുശ്രീക്ക് കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി. അപ്പോ ആ കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടി വിഷ്ണുവുമായിട്ട് നേരത്തെ രഹസ്യബന്ധം പുലർത്തിയിരുന്ന ഒരു പെൺകുട്ടിയാണെന്ന് തനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും വിഷ്ണുവിനും ആ കാർത്തികയ്ക്കും ഇടയിൽ എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ട്. അവർ മനഃപൂർവ്വം എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഉടനെ തന്നെ കണ്ടെത്തിയിത്തീരും. അതിന് അവളോട് തന്നെ ചോദിക്കാം. അതിനു മുൻപ് ഈ ചെറുപ്പക്കാരനിൽ നിന്ന് കിട്ടാവുന്നത്ര ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്യണം. അങ്ങനെ ആലോചിച്ചുകൊണ്ട് മധുശ്രീ പറഞ്ഞു, അതെ, ഞാൻ ഇവിടുത്തെ ഈ നാട്ടിലെ കോർപ്പറേഷനിലുള്ള ഒരു പ്രധാനപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഈ കോർപ്പറേഷനുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ അവിടെ പലരുമായിട്ട് നല്ല പിടിപാടുള്ളത് കൊണ്ടും പെട്ടെന്ന് കോർപ്പറേഷൻ മുഖേന ഇടപെട്ടാൽ ചിലപ്പോൾ വേഗത്തിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് എനിക്കൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്നോടൊന്ന് ആ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ഞാനൊരു പൊതുപ്രവർത്തകയാണ് എന്ന് മധുശ്രീ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. അത് കേട്ടതും ആ ചെറുപ്പക്കാരൻ തന്റെ ഫോൺ നമ്പർ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയെ കാർത്തികയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് മധുശ്രീക്ക് കൈമാറുകയും ചെയ്തു. എല്ലാം കേട്ടതിന് ശേഷം മധുശ്രീക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോ അത് തന്നെ വിഷ്ണുവും ആ പെൺകുട്ടിയും ചേർന്ന് നടത്തുന്ന എന്തോ ഒരു കള്ളക്കളി ഇതിന് പിന്നിലുണ്ട്. അത് തീർച്ചയാണ്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അവൻ ശാലിനിയെ ഒഴിവാക്കി മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നത് അത്രയും പ്രാവർത്തികമായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ സത്യഭാമയെ പോലെയുള്ള ഒരു വിഡ്ഢിയെ ഏത് വിഡ്ഢിവേഷം കെട്ടിയ കാണിച്ചു കൊടുത്താലും അതൊക്കെ അവർ സന്തോഷപൂർവ്വം സ്വീകരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതാനും. അതുകൊണ്ട് ഇതിന് പിന്നിലുള്ള ആ കള്ളം ഞാൻ പുറത്തു കൊണ്ടുവരും. വിഷ്ണുവും ആ പെൺകുട്ടിയും ചേർന്ന് നടത്തുന്ന ഈ കള്ളക്കളി ഞാൻ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും എന്ന് മധുശ്രീയെ മനസ്സിൽ ഉറപ്പിച്ച് ഉടനെ ആ ചെറുപ്പക്കാരിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ട് വേഗം സത്യഭാമയുടെ വീട്ടിലേക്ക് ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു. സത്യഭാമയുടെ വീട്ടിലേക്ക് ഈ സമയത്ത് വന്നെത്തിയ ആ കാറിന്റെ ശബ്ദം കേട്ട് അതിശയത്തോടെ ഉമ്മറത്തേക്ക് നോക്കിയ രാഘവൻ നായർ ജില്ലാ കളക്ടർ എന്നുള്ള ആ ബോർഡ് കണ്ടതോടെ ഞെട്ടി. ശാലിനി അവിടേക്ക് വരുന്നു എന്ന് അറിഞ്ഞ ആ നിമിഷത്തിൽ രാഘവൻ നായർ എന്നും മറുപടി പറഞ്ഞ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കും എന്നതായിരുന്നു രാഘവൻ നായരുടെ ആശങ്ക. അപ്പോഴേക്കും അകത്തേക്ക് വേഗം ഓടിയെത്തുന്ന ശാലിനി രാഘവൻ നായരെ കണ്ടു. അച്ഛാ എന്ന് വിളിച്ചതും രാഘവൻ നായർ വിഷമത്തോടെ ശാലിനിയെ നോക്കി. ശാലിനിയുടെ പിന്നാലെ ശാരദാമ്മയും അവിടേക്ക് എത്തി. ഉടനെ ശാലിനി അകത്ത് അവിടെ ഇരുന്ന വിഷ്ണുവിനെ കണ്ടതും വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി ശാലിനി ചോദിച്ചു, വിഷ്ണുവേട്ടാ, ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു. അതിന്റെ സത്യാവസ്ഥ അറിയാനാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് എത്തിയത്. വിഷ്ണുവേട്ടനെ മണ്ഡപത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് നിർബന്ധമായി വിഷ്ണുവേട്ടൻ
വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ, എനിക്ക് വിഷ്ണുവേട്ടനെ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ ആദ്യം ഓടിയെത്തിയതാണ് വിഷ്ണുവേട്ടൻ ഞാൻ. ഈ 6 വർഷക്കാലം വിഷ്ണുവേട്ടനെ മാത്രം ചിന്തിച്ച്, വിഷ്ണുവേട്ടനെ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടും മനസ്സിൽ ആരാധിച്ചുമാണ് ഞാൻ ജീവിച്ചത്. വിഷ്ണുവേട്ടന് ഈ ശാലിനിയെ അത്ര വേഗം മറന്നു കളയാനും അത്ര പെട്ടെന്ന് ഈ ശാലിനിയുടെ മേൽ സംശയങ്ങൾ ഉണ്ടാകാനും വിഷ്ണുവേട്ടന് സാധിച്ചോ? ഈ ശാലിനിയെ അത്രത്തോളമേ വിഷ്ണുവേട്ടന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളോ? ഈ ശാലിനിയെ അത്രേ വിഷ്ണുവേട്ടൻ സ്നേഹിച്ചിട്ടുള്ളോ? എന്നോടുള്ള സ്നേഹം വിഷ്ണുവേട്ടന് ആത്മാർത്ഥമായിരുന്നില്ലേ? ഞാൻ വിഷ്ണുവേട്ടന് നൽകിയ സ്നേഹം അതേ അളവിൽ വിഷ്ണുവേട്ടൻ എനിക്ക് തിരിച്ചു തന്നു എന്ന് പലപ്പോഴും വിഷ്ണുവേട്ടൻ പറയുമ്പോൾ അതിന്റെ ഇരട്ടി അളവിലാണ് വിഷ്ണുവേട്ടൻ എനിക്ക് തന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ എന്നെ അത്ര ജീവന തുല്യം സ്നേഹിച്ചിരുന്ന എന്റെ വിഷ്ണുവേട്ടൻ എന്നെ തള്ളിക്കളഞ്ഞ് എന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ പ്രതിഷ്ഠിക്കാൻ തയ്യാറായെന്നറിയുമ്പോൾ അതെന്നെ സംബന്ധിച്ച് എന്റെ മരണം തന്നെയാണ് വിഷ്ണുവേട്ട. ശരിക്കും എനിക്കറിയണം, എന്റെ വിഷ്ണുവേട്ടന് എന്നേക്കുമായി ഈ ശാലിനിയെ ഉപേക്ഷിക്കാൻ കഴിയുമോ? ഈ ശാലിനിയുടെ സന്തോഷവും ശാലിനിയുടെ ദുഃഖവും എന്നും അത് തന്റെ കൂടെ സന്തോഷവും ദുഃഖവുമായി തനിക്കൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് തന്റെ കൂടെ എനിക്ക് ധൈര്യം പകർന്നു നിന്നിരുന്ന എന്റെ വിഷ്ണുവേട്ടൻ എന്നേക്കുമായി എന്നെ ഉപേക്ഷിച്ചോ? ഇങ്ങനെയൊരു ജീവിതം വിഷ്ണുവേട്ടൻ തിരഞ്ഞെടുക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല. വിഷ്ണുവേട്ടൻ ഈ ശാലിനിയെ അവിശ്വസിച്ച് തുടങ്ങിയെന്നറിയുമ്പോൾ അത് ഈ ശാലിനിയുടെ തന്നെ തോൽവിയും ശാലിനിയുടെ തന്നെ മരണവുമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്ക് എന്റെ വിഷ്ണുവേട്ടന്റെ നാവിൽ നിന്ന് ഒരു വാക്കറിയണം. വിഷ്ണുവേട്ടൻ അത്ര വേഗം ഈ ശാലിനിയെ വേണ്ടെന്ന് വെച്ചോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശാലിനിയുടെ ചോദ്യങ്ങൾക്കൊന്നിനും മറുപടി പറയാനില്ലാതെ വിഷ്ണു ഒരക്ഷരം പോലും മിണ്ടാതെ മൗനം പാലിച്ചിരുന്നു. ആ നിമിഷങ്ങളിലെല്ലാം വിഷ്ണു തന്റെ മനസ്സിൽ ശാലിനിയോട് പറഞ്ഞു, എന്റെ ശാലിനി, നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ ഇല്ല. നീ ഇല്ലാതെ ഈ വിഷ്ണുവിനൊരു ജീവിതവുമില്ല. പക്ഷേ ശാലിനി, നീ എന്നിൽ നിന്ന് പല സത്യങ്ങളും മറച്ചു വെക്കുന്നു. സത്യവുമായി ബന്ധപ്പെട്ട ആ സത്യം, ആ രഹസ്യം അതെന്താണെന്ന് എനിക്കറിയണം. അത് തുറന്നു പറയാൻ നീയും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിന്റെ നാവിൽ നിന്ന് ആ സത്യം പുറത്തു വരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. സത്യത്തിൽ നീയല്ലാതെ മറ്റൊരു പെൺകുട്ടിയും ഇന്ന് വരെ ഈ വിഷ്ണുവിന്റെ ജീവിതത്തിലേക്കോ ഈ വിഷ്ണുവിന്റെ മനസ്സിലേക്കോ കടന്നു വന്നിട്ടില്ല. എന്റെ ശാലിനിക്ക് പകരമായി എന്റെ ശാലിനിയുടെ സ്ഥാനത്ത് ഒരാളെയും ഒരിക്കലും എനിക്ക് കാണാനോ എന്റെ ശാലിനിയുടെ സ്ഥാനത്ത് ഒരിക്കലും മറ്റൊരു പെൺകുട്ടിയെ ചിന്തിക്കാനോ എനിക്കാവില്ല. എന്റെ വിഷ്ണുവേട്ടനല്ലാതെ മറ്റൊരാളെയും ഞാൻ സ്നേഹിക്കുകയോ എന്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുകയോ ചെയ്യുകയില്ല എന്ന് എന്റെ ശാലിനി എന്നോട് പറഞ്ഞതുപോലെ തന്നെ എന്റെ വിഷ്ണുവേട്ടനെ ഒഴിച്ച് അല്ലെങ്കിൽ വിഷ്ണുവേട്ടനെ മാറ്റി നിർത്തി മറ്റൊരാളോടൊപ്പം ഞാൻ ജീവിക്കില്ല എന്ന് ശാലിനി നീ പറയുന്നത് കേൾക്കാൻ, നിന്റെ ആ നാവിൽ നിന്ന് സത്യങ്ങൾ പുറത്തൊന്ന് വരുത്താനായിട്ട് നിന്റെ നാവിൽ നിന്ന് ആ സത്യം പുറത്തേക്ക് വരുന്നത് കേൾക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇനിയെങ്കിലും ആ സത്യം ഒന്ന് തുറന്നു പറയൂ ശാലിനി. ഇപ്പോഴെങ്കിലും അമ്മയുടെയും ഈ കുടുംബത്തിലുള്ള മറ്റുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെയും മുന്നിൽ വെച്ച് നിന്റെ മനസ്സിൽ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം തുറന്നു പറയൂ. അമ്മ ഇത്രയൊക്കെയേറെ നിന്റെ പേരിൽ ദുഷിച്ചു പറഞ്ഞപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും നിന്നെ തള്ളി പറഞ്ഞപ്പോഴും ഒക്കെ ഇന്നും എന്റെ ശാലിനി പരിശുദ്ധിയാണെന്നും എന്റെ ശാലിനി ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ല എന്നും ഉത്തമ വിശ്വാസമുള്ള എനിക്ക് എന്റെ അമ്മയോട് മാത്രം എനിക്ക് കയർത്ത് സംസാരിക്കാൻ കഴിയുന്നില്ല. അമ്മയുടെ ചോദ്യങ്ങൾക്കും അമ്മയുടെ തെറ്റിദ്ധാരണകൾക്കും അമ്മയുടെ വില കുറഞ്ഞ ഇത്തരം വാക്കുകൾക്കും മറുപടി നൽകേണ്ടത് നീ മാത്രമാണ് ശാലിനി. അമ്മയുടെ ഈ ചിന്തകളും അമ്മയുടെ ഈ ധാരണകളും ഒക്കെ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് നീയാണ്. അതുകൊണ്ട് തന്നെ ശാലിനി, ഇനിയെങ്കിലും നീ ആ സത്യം തുറന്നു പറ. നിന്റെ ഈ വിഷ്ണുവേട്ടനോട് ഇനിയെങ്കിലും തുറന്നു പറ. നമ്മുടെ ജീവിതം ആ പഴയ ആ സന്തോഷവും നമ്മൾ രണ്ടുപേരും ഒന്നിച്ചുള്ള സന്തോഷകരമായ ഒരു ജീവിതം ഇനിയും ഒരിക്കൽ കൂടി കെട്ടിപ്പടുത്തുയർത്തുവാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. ഇങ്ങനെ ഒരു നാടകത്തിലൂടെ ഇനിയെങ്കിലും സത്യങ്ങൾ നീ പുറത്തു പറയുന്നുള്ള പ്രതീക്ഷയിലാണ് ശാലിനി എന്ന് വിഷ്ണു മനസ്സിൽ പറയുന്നു.